ഞാനും ആൽബിൻ മോനും കൂടെ പപ്പ കൃഷി ചെയ്യുന്ന കൃഷിത്തോട്ടത്തിലേക്ക് പോവുകയാണ് കേട്ടോ. നാട്ടിലെത്തിയെങ്കിലും ഇതുവരെയും പപ്പ കൃഷി ചെയ്ത സ്ഥലമൊന്നും പോയി ഞാൻ കണ്ടില്ല. ശരിക്കും കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഒരുപാട് കൃഷികൾ പപ്പ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സൈസ് വാഴകൾ നട്ട് അതിനകത്തുനിന്ന് കൊല വെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കായ്ച്ചു നിൽക്കുന്ന വാഴകളുണ്ട്. ചീനി കൃഷി ചെയ്തിട്ടുണ്ട്, ചേമ്പ് കൃഷി ചെയ്തിട്ടുണ്ട്. പറയാൻ പറ്റുന്നില്ല, എന്തൊക്കെയൊക്കെയോ ഒരുപാട് കൃഷികളാണ് പപ്പ ചെയ്തേക്കുന്നത്. ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഞങ്ങൾ ഒമാനിലായിരുന്നപ്പം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം പപ്പായും മമ്മിയായിരുന്നല്ലോ നോക്കിയത്. ആ കൂട്ടത്തിൽ ഈ കാര്യങ്ങളൂടെ എങ്ങനെ ഇവർക്ക് ചെയ്യാൻ സാധിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതവും സംശയവും തോന്നാറുണ്ട്. അതുമാത്രമല്ല, അബിക്കറിയാത്തൊരു കാര്യം പപ്പ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ദേ, ഈ വാഴക്കൊമ്പിൽ നിന്ന് നമുക്ക് തേൻ കുടിക്കാമെന്ന്. അവൻ അത്ഭുതപ്പെട്ടു പോയി. തേനോ? അതെങ്ങനെയാ അപ്പച്ചാന്ന് പപ്പ അങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുത്ത് അവന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവനാ ഭയങ്കര സന്തോഷത്തോടു കൂടി അതിനകത്തുനിന്ന് തേനൊക്കെ എടുത്ത് ഇങ്ങനെ കുടിക്കുകയാണ്. പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ ഒരുപാട് തേൻ കുടിച്ചിട്ടുണ്ടാവും വാഴക്കൊമ്പിൽ നിന്നല്ലേ. അത് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. അബി ഇങ്ങനെ നോക്കുകയാണ്. വീണ്ടും ഞാനും പപ്പയും കൂടെ താഴോട്ട് ഇറങ്ങിപ്പോയി. അവിടെയൊക്കെ ഒരുപാട് കൃഷികൾ പപ്പ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പപ്പയുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. ആൽബിന് ശരിക്കും അത്ഭുതം തോന്നി. പിന്നെ പപ്പ താഴോട്ട് വിളിച്ചുകൊണ്ട് പോയി വേറെ ഏതോ ഒരു ഇനത്തിൽപ്പെട്ട വാഴക്കുല കാണിച്ചു തന്നു. ഒരുപാട് വാഴക്കുലകളെപ്പറ്റി വിശദമായിട്ട് സംസാരിച്ചുവെങ്കിലും എനിക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല കേട്ടോ. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അതെല്ലാം കണ്ടു നിന്നു. ഒമാനിൽ നിന്ന് വന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നത്. 1 മാസമായി ഇവിടെ എത്തിയിട്ട്. എന്നിട്ടും എനിക്ക് ഇങ്ങോട്ടൊന്ന് കയറി നോക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കിതെല്ലാം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി.